അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. 4 മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ടീ ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ. മരുഭൂമിയിലെ മാമ്പഴ മധുരമാണ് കപിലൻ കാന്തലോട്ട്. മലയാളികളുടെ ഗൃഹാതുര മനസ്സിൽ കവിതകളുടെ ശീലുകൾ നിറച്ച് പാടിക്കൊണ്ടിരിക്കുന്ന പ്രവാസി. കവിതകളുടെ ആത്മാവറിയുന്ന കപിലൻ പ്രവാസിയായിട്ട് 29 വർഷമായി. ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണി വായിക്കുണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ നീരസം ഭാവിച്ചു നീ പോയതെങ്കിലും കുഞ്ഞേ, നീ ഇത് നുകർന്നാലേ അമ്മയ്ക്ക് സുഖമാവൂ. ചക്രവാളത്തിൽ ചുവന്ന വസന്തം സ്വപ്നം കണ്ട കാന്തലോട്ട് കരുണന്റെ മക്കളിൽ മൂന്നാമൻ. അതിവിപ്ലവം തലയ്ക്ക് പിടിച്ച് നക്സൽ പ്രസ്ഥാനത്തിലെ ഇടിമിന്നലായി കേരളത്തെ നടുക്കിയ കാന്തലോട്ടിന്റെ മകൻ. അച്ഛൻ വിപ്ലവത്തിന്റെ തീജ്വാലകൾ മനസ്സിൽ കോറിയിട്ട കാലത്ത് അമ്മ ജാനകിയാണ് കവിതകൾ നിറച്ചത്. അത് ആ പഠിക്കുന്ന കാലഘട്ടത്തിൽ അതിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അതിലേക്ക് ചെറുപ്പത്തിൽ പഠിച്ച കവിതകൾ, സ്കൂളിൽ നിന്ന് പഠിക്കുന്ന ആ പാട്ടുകളൊക്കെ ഇന്നും ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ അമ്മയും ഇങ്ങനെ എപ്പോൾ പോയാലും കവിതകൾ പാടിത്തരും. കവിതകൾ മീൻസ് അത് പഠിച്ച കാലത്തിൻ്റെ ഇത് പാടിത്തരും. ആ ഒരു ബന്ധമായിരിക്കാനാ സാധ്യത തോന്നുന്നു. വിപ്ലവവും കവിതയും കെട്ടുപിണഞ്ഞ ബാല്യം. ഇവിടെ നിന്നും തിരുമൽ ചികിത്സയിലേക്ക് കപിലൻ തിരിഞ്ഞത് അച്ഛൻ്റെ ശരീരത്തിലെ ലാത്തിയുടെ പാടുകളിൽ തടവിക്കൊണ്ടാണ്. രക്തം കട്ടപിടിച്ച ലാത്തിപ്പാടിൽ കപിലൻ അമർത്തി തിരുമി. 1968 പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് പുറപ്പെടുമ്പോൾ ഗർഭിണിയായ അമ്മയോട് അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഇന്നും കപിലന്റെ മനസ്സിലുണ്ട്. അച്ഛൻ സജീവമായിട്ട് നക്സലേറ്റ് തന്നെയായിരുന്നു. എൻ്റെ അമ്മ ഒരു ഇത് പറയലുണ്ട്, ഈ പുൽപ്പള്ളി കേസിന് ഇതിന് പോകുന്ന സമയത്ത് എൻ്റെ അമ്മ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അച്ഛനൊരു ഡയലോഗ് പറഞ്ഞായിരുന്നല്ലോ, തിരിച്ചു വന്നാൽ കാണാൻ ജാനകി എന്ന് പറഞ്ഞാൽ പോയി. 5 മക്കളും ഉണ്ട്. 4 മക്കളും, അമ്മ 5ാമത്തെ ഗർഭിണി, പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ. 86 MV രാഘവനെ CPM-ൽ നിന്നും പുറത്താക്കിയപ്പോൾ കപിലനും കൂടെ കൂടി. CP ജോണിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ. പൂച്ചെണ്ടിനു പകരം CPM-കാരുടെ അടിത്തടവുകളായിരുന്നു ഏറ്റുവാങ്ങിയത്. ഒടുവിൽ പാർട്ടിക്കാർ തന്നെ പറഞ്ഞു നാടുവിടാൻ. അങ്ങനെയാണ് കപിലൻ പ്രവാസിയായത്. ആദ്യം സൗദിയിൽ, പിന്നെ ഷാർജയിൽ. 7 വർഷമായി റാസൽ ഖൈമയിലെ ജിമ്മിൽ മസാജിംഗ് ജോലി. ബോഡി ബിൽഡർമാരും ശരീര സൗന്ദര്യ താരങ്ങളുമാണ് കപിലനെ തേടി എത്തുന്നത്. എല്ലാം സ്വദേശികളായ അറബികൾ. റഷാക്ക ലൈഫിൽ ഞാൻ 7 വർഷമായി. അപ്പോൾ ഇവിടെ ഒരു കുഴപ്പമൊന്നുമില്ല. എന്നെ ഇവിടെ എത്തിച്ചതെന്ന് വെച്ചാൽ നമ്മളെ അഴീക്കോടൻ്റെ മോൻ ജ്യോതിയാണ്. ഇവിടെ മസാജ്, സ്പോർട്സ് മസാജ്, അത് ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് തായ്ലാൻഡിൽ പോയിട്ട് പഠിച്ചു. അങ്ങനെ ഇപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഒരുപാട് കസ്റ്റമർ ഉണ്ട് എനിക്ക് പേഴ്സണലായിട്ടുണ്ട്. അറബികൾ മാത്രമാണ് ഇവിടെ, ലോക്കൽസാണ്. അച്ഛന്റെ ശരീരത്തിലെ ലാത്തിപ്പാടുകൾ തടവിയുള്ള പരിശീലനത്തിനൊപ്പം പറശ്ശിനിക്കടവിലെ ജലീൽ ഗുരുക്കളുടെ ശിഷ്യത്വവും കപിലനെ ഈ വഴിയിലേക്ക് നയിച്ചു. അതിൽ ജലീൽ ഗുരുക്കളെ ശിഷ്യന്മാരായിട്ടായിരുന്നു നമ്മളുണ്ടായിരുന്നത്. അവർ ബേസിക് നമുക്കുണ്ട് മസാജിൽ. ആ ഗുരുക്കളെ ഒരു ഇത് എന്നാ പറയേണ്ട കൈപ്പുണ്യം, അതുകൊണ്ട് നമ്മളിന്നും ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കുന്നു. ജലീൽ ഗുരുക്കൾ നമുക്ക് വേണ്ടി നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പയ്യാമ്പലത്തെ പ്രശസ്തനായ വൈദ്യൻ പവിത്രന്റെ മകൾ നിഷയാണ് ഭാര്യ. 2 മക്കളിൽ ഒരാൾക്ക് ബോഡി ബിൽഡിംഗ് പ്രിയങ്കരം. മക്കളുടെ ഉന്നത പഠനം തന്നെയാണ് ഇക്കാലമത്രയും കപിലനെ പ്രവാസിയാക്കിയത്. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. നമുക്കെല്ലാം എവിടെ പോയാലും ഒരുപാട് ആൾക്കാരോട് നമ്മൾ ഈ കവിത പാടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ റെയറായിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും അങ്ങനെ ആ ഒരു കഴിവ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ പാടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബഹുമാനം തരുമായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്.
റാസൽ ഖൈമയിലെയും ഷാർജയിലെയും കൂട്ടുകാർക്കിടയിൽ കവിത ചൊല്ലലാണ് കപിലന്റെ ഇഷ്ടവിനോദം. കവിതകളും വിപ്ലവ ചർച്ചകളും ഇഷ്ടപ്പെടുന്ന കുറെ കൂട്ടുകാരുണ്ട് ഇവിടെയെല്ലാം. ONVയും മുരുകൻ കാട്ടാക്കടയും വി മധുസൂദനൻ നായരുമെല്ലാം കൂട്ടായ്മകളിൽ ഒഴുകിയെത്തും. ഇതു പാടമല്ലെൻ്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എൻ്റെ കരളും പറിച്ചുകൊള്ളുക, പുഴയല്ല കണ്ണീരിനുറവയാണ്. വറ്റി വരളുന്നതുയിരിൻ്റെ യമുനയാണ്. ഇനി എൻ്റെ ശാന്തിയുമെടുത്തുകൊള്ളുക, ഇനി എൻ്റെ ശാന്തിയുമെടുത്തുകൊള്ളുക. വേർപിരിയുവാൻ മാത്രം ഒന്നിച്ചുകൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു. കരളിലെഴുമീണങ്ങൾ ചുണ്ടുനുണയുന്നു, കവിതയുടെ ലഹരി നുകരുന്നു. കൊച്ചു സുഖദുഃഖമഞ്ചാടി മണികൾ ചേർത്ത് വച്ച് പലാങ്കുഴി കളിക്കുന്നു. നമ്മൾ ഇവിടെ പ്രവാസ ലോകത്ത് മാത്രമല്ല ഇങ്ങനെ എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉറങ്ങാനൊക്കെ പറ്റുള്ളൂ. നാട്ടിൽ പറ്റില്ലല്ലോ ഇപ്പോഴത്തെ കാര്യം. ഇവിടെ അതൊരു നമ്മളെ എല്ലാവരും എന്ന് വെച്ചാൽ നഷ്ടങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഒരുപാട് കുടുംബത്തിന് എല്ലാവരും വിട്ടു നിൽക്കുന്ന ഒരു മനുഷ്യർക്ക് നമ്മളെല്ലാവരും ഒത്തുകൂടുമുണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു അനുഭൂതിയാണ്. സ്വപ്നങ്ങളും വസന്തങ്ങളും നഷ്ടപ്പെടുന്ന പ്രവാസത്തിൽ സൗഹൃദങ്ങളാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് പറയും കപിലൻ. കൂട്ടുകാരെ കണ്ടാൽ കവിത ഇഷ്ടപ്പെടുന്ന ഒരു ഹൃദയത്തിന്റെ സ്പന്ദനം അടുത്തറിഞ്ഞാൽ കപിലൻ പിന്നെയും പാടും. കാന്തലോട്ടിന്റെ വിപ്ലവവും ജാനകി അമ്മയുടെ ഈണവും ചേർത്ത കവിതകൾ. അടരുവാൻ വയ്യ, അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേത് സ്വർഗം വിളിച്ചാലും. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം. നിന്നിലലിയുന്നതേ നിത്യസത്യം.